ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. ഇത് ചേനയുടെ ക്യാരറ്റിൻ്റെയും കഷ്ണമാണ് അവിയലിൻ്റെ നീളത്തിന് അരിഞ്ഞത്. അത് ആദ്യം ഇടുക. അത് ആദ്യം ഇട്ടിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഇട്ട് ഒന്നിച്ച് കുക്കറിൽ അങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചാണ്. അവിയൽ സാധാരണ വെക്കുന്നത് ഉള്ളി ചേർത്ത് ഇളക്കി ഇനി സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും ഇട്ട് ഉപ്പിട്ടു, ശകലം മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടു. എന്നിട്ട് പച്ചമുളകാണ് കൂടുതൽ ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതുകൂടെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടതാ, ആദ്യമേ ഇട്ടും ചെയ്യും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനം ഇട്ട് ഈ കുക്കറിന് വെച്ച് 2 വിഷിലടിക്കുമ്പോഴത്തേക്ക് നിർത്തിയിട്ട് അരപ്പ് ചേർക്കാം. ഒരു കുക്കറിനകത്ത് അവിയലിൻ്റെ കഷ്ണം വെന്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് തേങ്ങയും വെളുത്തുള്ളി, ഒരു അല്ലി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും സ്വല്പം ജീരകം കൂടെ ചതച്ച തേങ്ങയാണ്. കരിവേപ്പില അത് കാണാമല്ലോ. കരിവേപ്പിലയും ശകലം കരിവേപ്പില ഇട്ടിട്ടുണ്ട്, ഒരു കതപ്പ് കരിവേപ്പില, പിന്നെ കരിവേപ്പില ഇടും. ഇത് ഒന്ന് ഇളക്കിയിട്ട് വെറൈറ്റി ആയിട്ടൊരു അവിയൽ. ഇനി അവിയലിൻ്റെ കഷ്ണം ഇടാൻ പോവാണ്. അതിനകത്ത് ഇതൊരു സാധാ അവിയൽ. അതിനകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞത്, പുളി ചേർക്കുന്നില്ലേ, അതുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഇറങ്ങി. ഇതിരുന്ന് ഒന്ന് വേവണം. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, വേണ്ട, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ പാകമായി. സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി പച്ച കരിവേപ്പിലയും ഇട്ട് വാങ്ങാൻ പോകാം. അങ്ങനെ അടിപൊളി അവിയൽ കഴിച്ച് നോക്കിയിട്ട് പിന്നെന്ത് നിങ്ങളുടെ വീടുകളിൽ ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് ഇത് നല്ല റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നു. പറയുക. ഇനിയും നല്ല നല്ല കറികളുമായിട്ട് വരും. എനിക്കറിയാവുന്ന കറികളുമായിട്ട് വരുന്നതായിരിക്കും. ശരി, നല്ല അവിയൽ വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം.